ഇതിപ്പോ ക്രിസ്മസിന്റെ അവധിയൊക്കെ തുടങ്ങി. ഇനി നമുക്ക് പറമ്പിൽ പോയിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് പോയാലോ? പറമ്പ് എവിടെയാ പോകുന്നത് എനിക്കറിയില്ല. ഇങ്ങോട്ടാണ് എന്റെ കയ്യെ പിടിച്ചോണ്ട് പോ. ചിലപ്പോ ആ താഴെ മൈലാഞ്ചി ഉള്ള സ്ഥലത്തോട്ടായിരിക്കും പോകുക. ഇതാണ് മൈലാഞ്ചി. കയ്യെ ഇട്ട് ചുമപ്പിക്കാൻ പറ്റും. ചുമപ്പിച്ചിട്ടൊന്നുമില്ല. ഈ കുറച്ച് നമ്മള് എന്റെ കയ്യിൽ ഇടാൻ പറിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത് ഇടാൻ ഇഷ്ടമാണ്. പക്ഷെ ഇവള് വേഗം കഴുകും. അതുകൊണ്ട് ഇവളുടെ നന്നായിട്ട് ചുമക്കാൻ പറ്റില്ല. ഞാൻ 1 മിനിറ്റ് 1 മണിക്കൂർ വെച്ചിട്ട് ഞാൻ ഇത് കളയുള്ളൂ. ഇന്ന് ആടി. ഇന്ന് നമുക്ക് മൾബറി കാണാൻ പോവാം. ഇതാണ് ഞാൻ പറഞ്ഞ മൾബറി. ഇത് നല്ല പഴമൊന്നും ഇല്ല. ഞാൻ 3 പറിച്ചെന്നു തോന്നുന്നു. ഇതാട്ടോ റംബൂട്ടാൻ നിൽക്കുന്നത് നിങ്ങൾ കണ്ടോ? കുറച്ചുള്ളേ. ഇത് ഡാലിയ പൂവാ. അമ്മേ തിരിയാൻ പറ്റുന്നു. ചുമല കളറാണ് ഡാലിയ പൂവൊക്കെ. ഇനി കുറച്ച് പൂ കാണിച്ചത് ഇതുണ്ടോ? ഒരു മഞ്ഞ കളർ പൂവാണ്. ഇത് റോസാപ്പൂവാണ്. ഇത് ഒരുപാട് പുള്ളാണ്. കുറച്ച് മുള്ളൊക്കെ ഉണ്ട്. ഇതേ കുറച്ചല്ല, ഒരുപാടുണ്ട്. അതൊന്നും തൊടാൻ. ഇത് ആണ് ജമന്തി, മഞ്ഞ കളറുള്ള. ചിലപ്പോൾ ചുമല ഉണ്ടായിരിക്കും, റോസ് ഉണ്ടായിരിക്കും, വെള്ള ഉണ്ടായിരിക്കും. അതെന്നാ റോസാപ്പൂ. ഇത് കണ്ടോ? ഇത് ഡിസംബർ ഒരു സാധനമാകുമ്പോ ഇങ്ങനെ വരും. ആദ്യം ഉണ്ടാവുന്ന ഇതൊരു ഇലച്ചെടിയാണ്. ആദ്യം ഉണ്ടാവുന്ന ഇലയ്ക്ക് ഇത് കണ്ടോ? ഇതുപോലെ ചുമല കളറായിരിക്കും. നല്ലൊരു കളറായിരിക്കും, വല്ലാത്ത കളറ്. രണ്ടാമതുണ്ടാവുന്ന ഒരു ചുമലയും പച്ചയും കൂടി ഇങ്ങനെ വരും. ഇതിന്റെ വേറെ കളറുണ്ട്, പുഷ്പം. ഇത് വെള്ളം, ഇത് മരുന്നായിട്ട് ഉപയോഗിക്കാം. ഇതും കൊണ്ട് ചായ പോലെ ഉണ്ടാക്കി കുടിക്കാം. നീല കളർ കിട്ടും. അത് കണ്ടോ? മണ്ടേ നിൽക്കുന്നത് മുട്ടപ്പഴമാണ്. അങ്ങ് മണ്ടേല്. ഇതാണ് വലിയ പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. ഇതുണ്ടോ? ഇത് ചെറുത്, ഇത് ചെറുത്, ഇത് കുറച്ച് ചെറുത്, ഇത് കുറച്ച് വലുത്, ഇത് കുറച്ച് വലുത്. ഇനി വേറെ എവിടെയെങ്കിലും അതിനേക്കാളും വലുതുണ്ടോ നമുക്ക് നോക്കണം. ഉണ്ടോ? ഇത് നല്ല മധുരമുള്ള പാഷൻ ഫ്രൂട്ടാണ്. ഇതേ നിൽക്കുന്നു. ചില പാഷൻ ഫ്രൂട്ടിന് പുളിയായിരിക്കും, ചില പാഷൻ ഫ്രൂട്ടിന് നല്ല മധുരമായിരിക്കും. വേണ്ട, ചില പാഷൻ ഫ്രൂട്ടിന് കുറച്ച് മധുരം ഉണ്ടായിരിക്കുള്ളൂ. അയ്യോ, ഇത് അടിയിൽ വേണം. പാമ്പിന്റെ പൊത്തനകത്തൊക്കെ കയറിയിരിക്കുന്ന പോലെ പാമ്പൊക്കെ ഇങ്ങനെ ചൂണ്ടിരിക്കുന്നത് അതുപോലെ അവിടെ കിടപ്പുണ്ട്. ഇത് 2 എണ്ണം. ഇതൊരു പാവല് നട്ടു വെച്ചതാ. ഇത് വലുതാകാൻ തുടങ്ങിയതുള്ളൂ. വലുതായി ഇത് കൂടെ ഫുള്ള് കായ്ക്കും. ഇത് വളർന്ന് ഈ പന്തലെ കൂടെ മൊത്തം വള്ളിയായിട്ട് പോകും. വള്ളി ഇത് ഒരു സ്പ്രിങ് പോലെ ഇങ്ങനെ ചുറ്റി ചുറ്റി വരും. അത് ഇങ്ങനെ കിടക്കും. എന്നിട്ട് ഇത് ഇങ്ങനെ വരും, ചുറ്റി ചുറ്റി വന്ന് ഇങ്ങനെ വരും. അതേ പിടിച്ച അവന്മാരവിടെ നിൽക്കുള്ളൂ. ഇതാണ് പാവയ്ക്ക. ഇത് ഈച്ചയൊന്നും വരാതെ മൂടിയിട്ടേക്കുന്നത്. ഇത് കണ്ടോ? നിങ്ങളിപ്പോ കാണുന്ന പാവയ്ക്കാണ്. ഇത് ഒരു ചീര നട്ടു വെച്ചതാണ്. ഇതിന്റെ അടിയിൽ കൂടെ ഒരു ചുമല ചീര വളർന്നു വരാൻ തുടങ്ങി. ഇവിടെ കുറെ ചീരയും വഴുതനയും തക്കാളിയൊക്കെ നിൽപ്പുണ്ട്. ഞാൻ ചീനി കാണിച്ചത് മുളകാണ്, വയലറ്റ് കളറുള്ള മുളക്. ഈ ചീനി മാത്രമേ കഴിച്ചുള്ളൂ, ബാക്കി എല്ലാം ചെറുതാണ്. ഇതൊരു കറ്റാറ വാഴ ഇവിടെ കൂട്ടം നട്ടു വെച്ചാണ്. നല്ല മുള്ളുണ്ട്. ഇത് കണ്ടോ? ഒരു ചീര നിൽക്കുന്നത്. എന്നേക്കാളും വലുതാണ്. ഇത് നല്ല നിറച്ചും പൂത്ത് നിൽപ്പുണ്ട്.
ഇതിൻ്റെ അകത്താണ് വിത്തല്ല. ഇത് ഇതിൻ്റെ അകത്താണ്, ഈ പൂവിൻ്റെ അകത്താണ് വിത്തല്ല. ഇതുണ്ട് ഒരു വാഴ നിൽക്കുന്നത്. ഇത് ഏത് വാഴയാണെന്ന് അറിയില്ല, ഏത്ത വാഴ ആയിരിക്കുമേ. ഇനി ബീൻസ് വയർ കാണാൻ പോവാം. അങ്ങോട്ട് പോയാലോ? ഇതാണ് ബീൻസ് വയർ. ഇത് കണ്ടോ? ഈ ഒരു കമ്പേ കൂടെ കയറി മുകളോട്ട് പോയി. കണ്ടോ ബീൻസ് വയർ ഇവിടെ ഫുള്ള് കായ്ച്ചു നിൽക്കുന്നത്. ഇത് വരുന്ന വഴിക്കുണ്ടോ ഒരു ചേമ്പ് നിൽക്കുന്നത്. തൊട്ടാ ചൊറിയുന്ന സാധനങ്ങൾ ചെയ്യുമ്പോൾ. ഇന്ന് ഞാൻ ഒരു ചേന കാണിച്ചു തരാം. ഈ ചേന ഉണ്ടാകുന്നത് മണ്ണിൻ്റെ അടിയിലാണ്. പാമ്പിൻ്റെ മേല് പോലെയാണ് ഇതിൻ്റെ ഈ സാധനമൊക്കെ ഇരിക്കുന്നത്. കമ്പാണോ? കമ്പായിരിക്കും. കമ്പ് മേലോട്ട് കയറിപ്പോയാലോ? ഇതുണ്ടോ എൻ്റെ പുറകെ നിൽക്കുന്ന ഏലം? ഇതാണ് ഏലം. ഏലം എല്ലായിടത്തും ഇല്ല. ഏലം തണുപ്പുള്ള സ്ഥലത്ത് മാത്രമേ ആകുള്ളൂ. ഇന്ന് ഞാൻ കായ ഉള്ളത് കാണിച്ചു തരാം. ഇത് സയ്യ. ഇതുണ്ട് ഏലക്ക കായ്ച്ചു നിൽക്കുന്നത്. ഇത് കായ്ച്ചു നിൽക്കുന്ന ഏലക്ക. കുറച്ചും കൂടെ കായുണ്ട്. കായൊക്കെ എടുത്ത് കഴിഞ്ഞതാ. ഇതൊക്കെ നനയ്ക്കാൻ ഉപയോഗിക്കുന്ന കുളമാണിത്. ഇതിനകത്ത് മീൻ ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നു. വലിയ കുളമാണ്. മീനെ കീറാൻ പറ്റൂല. ഇത് ഒരു കുരുമുളക് കൊടിയാണ്. ഇത് കുറച്ച് ഇതിൽ നിപ്പുള്ളൂ. മൂത്തുപോലും ഇല്ല ഈ സാധനം. കണ്ടോ? ഇതുണ്ടോ ഒരു ചലന്തി? ഇത് കണ്ടോ? ഓടാൻ തുടങ്ങുവാണേ. അത് മഞ്ഞയും കറുപ്പ് നിറമുള്ളാട്ടോ. അതേ കറക്കുന്നു. എൻ്റെ വലയാന്ന് തോന്നുന്നു. എൻ്റെ വലയാ. ആർക്കും കാണാൻ പറ്റില്ല. എൻ്റെ വലയെ കൂടെ ആട്ടോ അത് കയറിപ്പോന്നേ. നിങ്ങളത് കാണുന്നുണ്ടോ? ഇത് എൻ്റെ വലയെ കൂടി ഇങ്ങനെ കയറി. ഇവിടെ നിന്ന് വന്ന് ഇങ്ങനെ പോകണ്ടായിരുന്നു. അത് നേരെ ഞങ്ങൾ കയറി പോവുക. ഇതുണ്ടോ ചെറിയ 2 പേരൊക്കെ ഉണ്ട്. പഴുത്തൊന്നുമില്ല. അത് 2 എണ്ണം ഒരു നെല്ലിക്കയുടെ അത്രേ ഉള്ളൂ. ഇങ്ങോട്ട് വാ. ഇതുണ്ടോ ഒരു 2 എണ്ണം 2 അല്ല 4 എണ്ണം. അത് അപ്പുറം 2 എണ്ണം, ഇവിടെ 2 എണ്ണം. അപ്പൊ 4 എണ്ണം നെല്ലിക്കയുടെ അത്രേ ഉള്ളൂ. ഇത് കണ്ടോ അപ്പൂപ്പൻ താടി? ഇതാണ് പറയുന്നത്. ഊതട്ടേ. നല്ല കുറച്ചേ ഉള്ളൂ കേട്ടോ. മൊത്തം അപ്പൂപ്പൻ താടിയാട്ടോ. പക്ഷെ ഇതൊന്നും പൂത്തിട്ടില്ല. ഇത് കണ്ടോ? ഞാൻ പറിച്ചു പോയി പറയാമേ. എൻ്റെ പുറയില് ഒരു കപ്പളങ്ങ, കുറെ എണ്ണുണ്ട് കപ്പളങ്ങ. അതിന് ചിലര് പപ്പായനും പറയും. അപ്പൊ ഞങ്ങൾ അകത്തോട്ട് കയറി പോവാണ്. ഓക്കെ ബൈ. താങ്ക് യു.